94 കിലോമീറ്റർ വേഗതയിൽ ദേശീയപാതയിലൂടെ ഓടുന്ന ഒരു കാറ് ദേശീയപാതയുടെ സൈഡിലുള്ളൊരു മരത്തിലിടിച്ച് അപകടം ഉണ്ടാവുകയാണ് എങ്കിൽ ഡ്രൈവർ, അതായത് സീറ്റ് ബെൽറ്റ് ഇടാത്ത ഡ്രൈവർക്കാണോ കൂടുതൽ പരിക്കുണ്ടാവുക, സീറ്റ് ബെൽറ്റ് ഇട്ട് കോ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾക്കാണോ കൂടുതൽ പരിക്കുണ്ടാവുക? സ്വാഭാവികമായിട്ടും നടന്ന ഒരു അപകടമാണ് എങ്കിൽ, അതായത് അതിൽ വേറെ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നടന്ന ഒരു അപകടമാണ് എങ്കിൽ ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ടാവും. അദ്ദേഹം ആ സീറ്റിൽ നിന്ന് തെറിച്ച് ഉറപ്പായിട്ടും ഫ്രണ്ടത്തെ ഗ്ലാസ്സിലിടിച്ച് അപകടം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ അപകടം നടന്നിടത്ത് കോ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾക്കാണ് ഗുരുതരമായ പരിക്ക്. വാഹനം ഓടിച്ച സീറ്റ് ബെൽറ്റ് ഇടാത്ത അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർക്ക് പരിക്കേയില്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ബാലഭാസ്കറിന്റെ അപകടവും ബാലഭാസ്കറിന്റെ മരണവും വീണ്ടും ചർച്ചയാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടി വന്നത്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെ 3:30 തിരുവനന്തപുരത്തെത്താൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ള പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. മരത്തിലിടിച്ച് ഗുരുതര പരിക്ക് പറ്റിയ ബാലഭാസ്കറും ബാലഭാസ്കറുടെ കുട്ടിയും ആ അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയ ബാലഭാസ്കറുടെ ഭാര്യ ഒരുപാട് നാളത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ബാലഭാസ്കറുടെ അപകടമുണ്ടായി മിനിറ്റുകൾക്കകം അവിടെ ഓടിയെത്തിയവരിൽ ആദ്യത്തെ ആളുടെ പേര് പ്രകാശ് തമ്പി എന്നാണ്. പ്രകാശ് തമ്പി, ജിഷ്ണു എന്നിവരൊക്കെയാണ് ഏറ്റവും ആദ്യം അവിടെ ഓടിയെത്തിയ ആളുകൾ. കാരണം ബാലഭാസ്കർ തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി കാത്തിരുന്ന ഒരാളാണ് പ്രകാശ് തമ്പി എന്ന് പറയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൊക്കെ പ്രകാശ് തമ്പി അതായത് ബാലഭാസ്കറിന് അപകടം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തും മംഗലപുരത്തും ഒക്കെ ടവർ ലൊക്കേഷനുകളിൽ ഉണ്ടായിരുന്നതായിട്ടും അയാൾ ആരൊക്കെയോ ആയിട്ട് സംസാരിച്ചതായിട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ CBI അന്വേഷണത്തിൽ ഇവരെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രകാശ് തമ്പിയുടെയും ജിഷ്ണുവിൻ്റെയൊക്കെ പേര് ഇപ്പോൾ എടുത്തു പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെല്ലാം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അന്ന് ബാലഭാസ്കറിന്റെ മരണമുണ്ടായപ്പോൾ, ബാലഭാസ്കറിന്റെ അപകടം നടന്നപ്പോഴൊക്കെ വലിയ ചർച്ചയായത് ബാലഭാസ്കറിന്റെ അവസാന യാത്രയ്ക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അന്നുണ്ടായിരുന്ന ആ ചോദ്യങ്ങൾക്കെല്ലാം അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിൽ വെച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലാവുന്നത്. ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നുണ്ട്. തൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കാതെ പോയ, അല്ലെങ്കിൽ CBI മനഃപൂർവ്വം ഒഴിവാക്കിയ 20 ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 20 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഒരു ഹർജി ബാലഭാസ്കറിന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. CBI എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച തത്തയാണെന്ന് ഇതിനു മുമ്പേ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ആ കൂട്ടിലടച്ച തത്തയ്ക്ക് തീറ്റ കൊടുത്തത് ആരാണ് എന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത് എന്നാണ്. ബാലഭാസ്കർ എന്ന ലോകം കണ്ട, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വയലിനിസ്റ്റിൻ്റെ മരണത്തിൽ ഇപ്പോഴും കിടക്കുന്ന ദുരൂഹത നീക്കാൻ CBIക്കോ അതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനോ സാധിക്കുന്നില്ല എങ്കിൽ ഹൈക്കോടതി ഈ വിഷയം ഒന്നുകൂടി ഗൗരവമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം CBIക്ക് മേൽ മറ്റൊരു അന്വേഷണ സംഘമുണ്ടെങ്കിൽ ഹൈക്കോടതി അവരെ ചുമതലപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. കാരണം ബാലഭാസ്കറിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇതിൽ കുറ്റവാളികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുറുങ്കിലടക്കപ്പെടുകയും ചെയ്യണം.